ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഗുരുവമ്മ കൈലാസത്തിലേക്ക് വരുന്നു. ഗുരുവമ്മയാണെങ്കിൽ ശ്രേയയുടെ അമ്മയും ദേവയാനി അമ്മയും സ്വീകരിക്കുകയാണ്. ഗുരുവമ്മ വെളിയിൽ വരുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഗൗരിയുടെ ആത്മാവ് ഈ വീട്ടിൽ തന്നെയുണ്ട്, വെളിയിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നു. അതിനുശേഷം ശിഷ്യഗണങ്ങളോട് പറയുന്നുണ്ട്, വീടിന് ചുറ്റും സിന്ദൂരം കൊണ്ട് വലയം തീർക്കാൻ പറയുന്നുണ്ട്, ആത്മാവ് വെളിയിൽ പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഗുരുവമ്മയാണെങ്കിൽ അകത്തേക്ക് ചെല്ലുന്നു. ഗുരുവമ്മ ചോദിക്കുന്നുണ്ട്, പൂജയ്ക്കുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന്. ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ടെന്നൊക്കെ. അതിനുശേഷം പൂജ തുടങ്ങാൻ പോവുകയാണ്. അതേസമയം ഗൗരി വിചാരിക്കുന്നുണ്ട്, ഇന്ന് ഉറപ്പായിട്ടും ഈ ഗുരുവമ്മ എന്നെ തളയ്ക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എങ്ങനെയും രക്ഷപ്പെടണമെന്നൊക്കെ വിചാരിക്കുന്നു. ഗൗരി ഉടനെ തന്നെ ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഗംഗയുടെ ശരീരത്തിൽ കയറുകയാണ്. ഗൗരി രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഗംഗയുടെ ശരീരത്തിൽ കയറുന്നത്. അതേസമയം ഗുരുവമ്മയാണെങ്കിൽ മണ്ണുകൊണ്ടുള്ള പാവയിലേക്ക് ഗൗരി ആവാഹിക്കാൻ ശ്രമിക്കുന്നു. ഗൗരിയുടെ ആത്മാവ് ഗംഗയിൽ കയറിയത് കൊണ്ട് ഗംഗയാണ് അവിടേക്ക് ചെല്ലുന്നത്. ആ സമയത്ത് ദേവയാനിയമ്മയും അതുപോലെ ഹൈമാവതിയും ഒക്കെ ചോദിക്കുന്നുണ്ട്, ഗംഗ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നീ പോയി കടന്നുറങ്ങാനെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഗംഗയാണെങ്കിൽ വളരെ ദേഷ്യത്തോടെ ഗൗരിയുടെ ആത്മാവ് ഉള്ളത് കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഗുരുവമ്മ പറയുന്നുണ്ട്, ഇതുവരെ ആണെങ്കിൽ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ലല്ലോ, മറഞ്ഞു പോയതുപോലെ തോന്നുന്നു എന്നൊക്കെ പറയുന്നു. അതിനുശേഷം പച്ച സിന്ദൂരമാണെങ്കിൽ ഗുരുവമ്മയുടെ കണ്ണിലൊക്കെ തേക്കുന്നു. അതിനുശേഷം വീണ്ടും ഗൗരിയുടെ ആത്മാവിനെ കാണുന്നുണ്ടെന്ന് പറയുന്നു. ഗംഗയുടെ ശരീരത്തിൽ കയറിയിരിക്കുകയാണെന്ന് പറയുന്നു. ഗംഗയാണെങ്കിൽ പിടിക്കാനായിട്ട് ഗുരുവമ്മ ചെല്ലുന്നുണ്ട്. ഗുരുവമ്മയെ ഗംഗ പിടിച്ചു തള്ളുന്നുണ്ട്. അതേസമയം ദേവയാനിയമ്മയും ഗംഗയെ പിടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ദേവയാനിയമ്മയും പിടിച്ചു തള്ളുന്നുണ്ട് ഗംഗയാണെങ്കിൽ ഭയങ്കര ശക്തി പ്രാപിക്കുന്നു. ഗുരുവമ്മ ഗംഗയുടെ ആത്മാവിനോട് പറയുന്നുണ്ട്, നീ ഈ ശരീരത്തിൽ നിന്നും വിട്ടുപോയേ പറ്റൂ, അല്ലെങ്കിൽ നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കുമെന്ന് പറയുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് ഗുരുവമ്മ ഗംഗയെ തല്ലിച്ചതയ്ക്കുകയാണ്. ഇപ്പൊ തന്നെ ശരീരത്തിൽ നിന്ന് പോകണമെന്ന് പറയുന്നു. ഗംഗയാണെങ്കിൽ വേദന കൊണ്ട് കരയുന്നുണ്ട്. ഗൗരിയാണെങ്കിൽ ഞാൻ ഈ ശരീരത്തിൽ നിന്നും വിട്ടുപോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുന്നുണ്ട്. അതേസമയം അവിടേക്ക് മാളു വരുന്നുണ്ട്. മാളു നോക്കുമ്പോൾ ഗംഗയെ ഇട്ട് തല്ലുന്നതാണ് കാണുന്നത്. മാളു അത് കണ്ടിട്ട് പേടിച്ചു പോകുന്നു. മാളു ദേവയാനിയമ്മയോടും ശ്രേയയോടും ഹൈമാവതിയോടെല്ലാം പറയുന്നുണ്ട്, ഗംഗ പാവമാണ്, ഞാൻ ഇനി ഇവിടെ ഒരു തെറ്റും ചെയ്യത്തില്ല, ഗംഗ വെറുതെ വിടാനെന്നൊക്കെ പറയുന്നു. ഗംഗയെ അടിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആരും കേൾക്കുന്നില്ല. മാളുവിനോടാണെങ്കിൽ ഇവിടെ നിന്ന് മാറാൻ എന്നൊക്കെ പറയുന്നുണ്ട്. മാളു അപ്പോൾ പെട്ടെന്ന് തന്നെ ഗംഗയെ അടിക്കുന്നത് കണ്ടിട്ട് ഗുരുവമ്മയുടെ മുന്നിലേക്ക് ചെന്നിട്ട് ഗുരുവമ്മയുടെയും ഗംഗയുടെയും ഇടയിലേക്ക് മാളു ചെന്ന് കയറുന്നു. അതിനുശേഷം മാളു ഗുരുവമ്മയോട് പറയുന്നുണ്ട്, ഗംഗയെ തൊട്ടു പോകരുത്, ഞാൻ ഒന്നിനും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ഗുരുവമ്മയാണെങ്കിൽ ദേവയാനിയമ്മയോട് പറയുന്നുണ്ട്, ഈ കുട്ടിയെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണമെന്ന്. ദേവയാനിയമ്മ പെട്ടെന്ന് തന്നെ വന്നിട്ട് മാളുവിനെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകുന്നു. അതിനുശേഷം റൂമിലാണെങ്കിൽ പൂട്ടിയിടുന്നുണ്ട്. ദേവയാനിയമ്മ അതിനുശേഷം വീണ്ടും താഴേക്ക് വരുന്നു. ഗുരുവമ്മയാണെങ്കിൽ വീണ്ടും ഗംഗയെ തല്ലിച്ചതയ്ക്കുകയാണ്. ആത്മാവിനോട് വെളിയിൽ പോകാൻ എന്നൊക്കെ പറയുന്നു. അതേസമയം മാളു ഉടനെ തന്നെ മഹിയെ വിളിക്കുന്നു. മഹിയോട് മാളു പറയുന്നുണ്ട്, ഇവിടെ തീയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഗംഗയെ അടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്, എന്നെ റൂമിൽ പൂട്ടിയിട്ടേക്കുകയാണ്, മഹി എത്രയും പെട്ടെന്ന് വരണം, അല്ലെങ്കിൽ ഗംഗയെ കൊന്നുകളയുമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ മഹിയാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട്. മഹി പറയുന്നുണ്ട്, ഞാൻ ഉടനെ തന്നെ വരാമെന്ന്. മഹി ഡ്രൈവറോടും പറയുന്നുണ്ട് ഉടനെ തന്നെ വീട്ടിലേക്ക് തിരിക്കാനെന്ന്. അതേസമയം ഗംഗയെ വീണ്ടും തല്ലിച്ചതച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണെങ്കിൽ കോളിംഗ് ബെൽ കേൾക്കുന്നു. ദേവയാനിയമ്മ കതക് തുറക്കുമ്പോൾ മഹിയാണ്. മഹി ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന്. ദേവയാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഒരു പൂജയാണ്, ഗംഗയുടെ വിവാഹം നടക്കാൻ വേണ്ടിയൊക്കെ ആണെന്ന്. അത് കേൾക്കുമ്പോഴാണെങ്കിൽ മഹി എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മുകളിലേക്ക് വരുന്നുണ്ട്. ദേവയാനിയമ്മ തടയാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. മഹി മുകളിലേക്ക് കയറി വരുന്നു. മഹി മുകളിലേക്ക് വരുമ്പോൾ ഗംഗയെ തല്ലിച്ചതയ്ക്കുന്നതാണ് കാണുന്നത്. മഹി അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ കാണിക്കുന്നത്, ഗംഗയുടെ വിവാഹം നടക്കാൻ വേണ്ടി ഗംഗയെ തല്ലിച്ചതയ്ക്കുകയാണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, ഗംഗയുടെ ശരീരത്തിൽ ബാധയാണെന്നൊക്കെ. മഹിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. മഹിയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം നശിപ്പിക്കുകയാണ്, വിളക്കെല്ലാം തട്ടിക്കളയുന്നുണ്ട്. ആ സമയത്ത് ഗുരുവമ്മയുടെ ആൾക്കാരോട് പറയുന്നുണ്ട്, മഹിയെ പിടിക്കാനെന്ന്. ഈ പൂജ ഇന്ന് മുടക്കാൻ പറ്റത്തില്ല, ഇന്ന് ഈ പൂജ മുടക്കിയാൽ പിന്നെ ആത്മാവിന് ശക്തി കൂടും, പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മഹിയെ തടയാൻ വന്നവരെ മഹി ശരിയാക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ ഉള്ളതെല്ലാം നശിപ്പിക്കുകയാണ് മഹി. പൂജയെല്ലാം മുടക്കുന്നു. അതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്